അങ്ങനെ അല്ല അത് മാറും നിശ്ചയം മാറും ഒരു കോയിന് പോകുമ്പോഴത്തേക്ക്. ഹലോ ഗായ്സ്, എല്ലാവർക്കും വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ കക്കാടംപൊയിൽ റിസോർട്ടിൽ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാട്ടോ അത്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ റിസോർട്ടിൻ്റെ മറ്റേ ഹോം ടൂർ എന്നൊക്കെ പറയില്ല, അപ്പോൾ അതേപോലെ തന്നെ റിസോർട്ട് വ്യൂ. ഇതേ കണ്ടോ, ഈ ഒരു റൂം, ഇങ്ങനത്തെ 2 റൂമുകളുണ്ട് കേട്ടോ. വർക്കൗട്ട് ചെയ്യുന്ന ആളെ കാണട്ടെ. ഒരു യോയോട് പിന്നെ ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഈ നേരത്തെ കണ്ട അതേ ടൈപ്പുള്ള രണ്ടാമത്തെ റൂമാണ്. ഇവിടെ 2 കിങ് സൈസ് ബെഡുകളും പിന്നെ 2 സിംഗിൾ ബെഡുകളാണ് വരുന്നത്. നല്ല ബാത്റൂമും ഉണ്ട്. അങ്ങനത്തെ 4 ബെഡുകൾ വരുന്ന 2 റൂമുകൾ. പിന്നെ ഇനി സ്റ്റെയർ കയറിയിട്ട് മുകളിലാണ് അടുത്ത 2 റൂമുകൾ ഉള്ളത് കേട്ടോ. കയറിയിട്ട് എത്തുന്നില്ലല്ലോ. ഇതാണ് രണ്ടാമത്തെ നില. ഇവിടെ എന്തൊക്കെയുള്ള വെച്ചാൽ നമുക്ക് ബുക്സുകളൊക്കെ ഉണ്ട് കേട്ടോ, വായിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ബുക്ക് വായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്സ് ബുക്കുകളുണ്ട്. പിന്നെ കീബോർഡ് ഉണ്ട്, വേണമെങ്കിൽ വായിക്കാം. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇതാണ് നമ്മളെ മെയിൻ സാധനം, പൂൾ, ഇൻഫിനിറ്റി പൂൾ. ബാ, നമുക്ക് പൂളിലേക്ക് പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ പൂൾ ഏരിയയിലൊരു ഇതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ ഇൻഫിനിറ്റി പൂളാണ്. ഇൻഫിനിറ്റി പൂൾ ഹേ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂം ഇവിടെ ഉണ്ട്, പൂൾ സൈഡിൽ തന്നെ. ഇവിടെ ഇരിക്കാം, വൈബടിക്കാം. നല്ല കോടയാട്ടോ, നല്ല കോടയാണ്. കണ്ടാ, ഇവിടെയൊക്കെ പാറുന്നുണ്ട്. ഭയങ്കര കോടയാണ്. ചോടിന് ഊഞ്ഞാലാടുന്നുണ്ട്. ഹലോ, പോയി നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. അതൊരു ചെറിയ മക്കൾക്കുള്ള സൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മെയിൻ കിച്ചൺ താഴെയുണ്ട്, നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാറില്ല. അത് വേറെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഓവനും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മറ്റൊരു റൂം പറയുന്നത്. ഇവിടെ നിന്നും പൂൾ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ട, ഇങ്ങനെ നോക്കിയാൽ ഇവിടെയും പൂൾ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലും കർട്ടൻ വലിച്ചു കഴിഞ്ഞാൽ പൂൾ വ്യൂ കണ്ട, കൊള്ളാം. കൊള്ളാല്ലേ, കണ്ണാടി നോക്കി കേട്ടോ. ആ റൂമിലുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലേക്ക് വേറും ഉണ്ടെന്ന് തോന്നുന്നു, അതും കാണിച്ചു തരാം കേട്ടോ. ഇത് നെക്സ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ്. ഇത് ഗ്ലാസ്, ഇവിടെ നല്ല പൂൾ വ്യൂ ഒക്കെ ഉള്ള നല്ല അടിപൊളി ആണ്. ടോയ്ലറ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കില്ല. ടോയ്ലറ്റ് അത്യാവശ്യം കൊള്ളാം. സോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറെ ഉണ്ട്, നോക്കട്ടെ. ആക്ച്വലി അതിന് മുകളിലേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ വാതിൽ തുറന്നിട്ടുണ്ട്. അതിന് മുകളിൽ പോയൊരു ഫോട്ടോ ഞാനിവിടെ വെക്കട്ടോ. വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ആ സമയത്ത്.
നല്ല വ്യൂവും കിട്ടുന്ന നല്ല കോടയൊക്കെ കിട്ടുന്ന നല്ലൊരു ഊഞ്ഞാലൊക്കെ ഉള്ള സെറ്റപ്പാട്ടോ അതിൻ്റെ മുകളിൽ. പിന്നെ ഞങ്ങളെ കലാപരിപാടികളൊക്കെ തുടങ്ങി. നമ്മുടെ ഫാമിലിയിൽ നല്ല നല്ല ഗായകരൊക്കെ ഉണ്ട് കേട്ടോ. ആ പാട്ടാണ് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ചെറിയ ഒരു ഗായകനുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നെറ്റ് പോയി. അയ്യോ, പക്ഷെ മൂപ്പര് നല്ല അടിപൊളി സെറ്റായി പാടി വന്നേരും. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാപ്പി റിച്ചസ്. പിന്നെ എല്ലാവരും ഇങ്ങനെ കുറേ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ. അങ്ങനെ റിസോർട്ടൊക്കെ ഒന്ന് എല്ലാം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് പൂളിലേക്ക് ചാടിയതാണ് കേട്ടോ. പൂളിൽ നിന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഫോണ് എടുക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഫോൺ ആടെ എവിടെയെങ്കിലും വെക്കണ്ടേ വെച്ചിട്ട് ആടെ വെച്ചിങ്ങ് പോയതാണ്. പൂളിൽ കളിക്കുന്നേരം ഞങ്ങൾ ആർമാദിച്ച് കളിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാം, ക്ഷീണത്തിൽ വന്ന് ഫുഡ് കഴിക്കാം. നെയ്ച്ചോറുണ്ടായിരുന്നു. നെയ്ച്ചോറ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന നെയ്ച്ചോറും ചിക്കൻ്റെ പാർട്സ് കറി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ ഇതാ മുത്തേട്ടനുണ്ട്, അപ്പേട്ടൻ, ഉണ്ണി, ഇവരൊക്കെയാണ് ഫുഡ് പ്രിപ്പറേഷനിൽ. പിന്നെ പപ്പേൻ്റെ കറിയായിരുന്നു, പപ്പയാണ് കറിയൊക്കെ വെച്ച് അടിപൊളി ടേസ്റ്റ് കറിയായിരുന്നു. നെയ്ച്ചോറ് മുത്തേട്ടനായിരുന്നു. പിന്നെ സാലഡൊക്കെ ഇവിടെ ഇപ്പം വന്നേരം ഉണ്ടാക്കിയാണ്. നല്ല അതിനെക്കൊണ്ട് എനിക്ക് വിശന്നേനെ കൊണ്ട് നല്ലോണം അടിച്ചു മാറിക്ക് ഞാൻ. ഗൈസ്, നൈറ്റുള്ള ഇപ്പം സമയം എത്രയായി? 7:30 മണിയാകുമ്പോഴത്തേക്കുള്ള ഇവിടുത്തെ ഈ കോടയാണ് കേട്ടോ. നേരത്തെ ഈ ഒരു കോടയിലാണ്, ഇത് ഫോണിൽ ഇത്ര കോടയാനെ കൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ലാത്ത. നമുക്ക് അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ആ സെറ്റപ്പിലേക്ക് ഒന്ന് പോയിട്ടാ. ഭയങ്കര കോട. അവിടെ ഊഞ്ഞാലും പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകാൻ ഇത് ഞങ്ങളെ പുറത്തേക്കുള്ള ഫസ്റ്റ് ഗെറ്റ് ടുഗെദറാണ്. മീൻസ് ഇങ്ങനെ ഒരു സ്റ്റേക്കേഷനൊക്കെ എടുത്തിട്ടുള്ള ആദ്യത്തെ ഗെറ്റ് ടുഗെദറാണ്. പിന്നെ ഞങ്ങളൊരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഗ്രിൽ പാർട്ടി തുടങ്ങി. അപ്പുറത്തെ റിസോർട്ടിൽ തൊട്ടപ്പുറത്ത് വേറെ റിസോർട്ടുണ്ട്, അവിടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ പാട്ട് വെക്കുക, അവർക്ക് ബ്ലൂടൂത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുമായിരുന്നു, നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പാട്ടൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ പാട്ടുകൾ പാടി അന്താക്ഷരി കളിച്ചു. അതൊക്കെ ഒരു വൈബ്, നല്ല ഡേ മോർണിംഗ് ആണ്. ഞങ്ങൾ രാവിലെ തന്നെ മല കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റായിപ്പോയി, കോടയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ മല കയറാമെന്ന് വിചാരിച്ചു. 2 ജീപ്പിനാണ് നമ്മളെടുത്ത്. ഒരു 8 ആൾക്കാരാണ് ഇതിൽ ഒരു ജീപ്പിൽ പോവുക കേട്ടോ. 8 ആൾക്കെന്നൊക്കെ 800 രൂപയാണ്. മുകളിൽ പോയിട്ട് 1 മണിക്കൂർ അവർ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യും. ആ വെയിറ്റിംഗ് ചാർജും എന്നിട്ട് തിരിച്ച് നമ്മൾ റിസോർട്ടിൽ ഇറക്കുന്നതാണ്. പിന്നെ 800 രൂപ എന്ന് പറഞ്ഞത്. നല്ല ഓഫ് റോഡായിരുന്നു കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇരുന്നേന്ന്, വണ്ടി ഇങ്ങനെ മറിഞ്ഞ് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു തീർന്നു. പിന്നെ അത്യാവശ്യം ധൈര്യമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞ പോലെ പിടിച്ചിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു അനുഭവമല്ലേ, ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഇങ്ങനെ ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് മലേൻ്റെ മുകളിൽ കയറി. പിന്നെ മുകളിലേക്ക് ഒരു പകുതി വരെയാണ് വണ്ടി പോകത്തുള്ളൂ കേട്ടോ. ഇതിന് മേലേക്ക് എന്നും കയറാനുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടന്ന് കയറണം. ഓരോ മലയായിട്ട് നമുക്ക് നടന്ന് കയറാനുണ്ട്. ഇവിടെ കണ്ടോ ഒരുപാട് നല്ല ചളിയാണ്. ചളിയെന്ന് വെച്ചാൽ ഭയങ്കര ചളിയാണ്. അങ്ങനെ ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ നമ്മൾ കയറുന്നുള്ളൂ. നേരത്തെ ഞങ്ങൾക്ക് പുറകെ ഒരു താറ് വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ വണ്ടികളൊന്നും ഇങ്ങോട്ടേക്ക് പോകില്ല, അത്രയും ചളിയാണ്, ഭയങ്കര. പിന്നെ സേഫ്റ്റി എന്ന് പറയാൻ അങ്ങനത്തെ ഇതൊന്നുമില്ല, ഒന്ന് മറിഞ്ഞിക്കേണ്ട താഴെ കുണ്ടിലേക്ക് പോവും, അത്രയേ ഉള്ളൂ.
അപ്പം നമ്മളെല്ലാം ഇറങ്ങി മല കയറാനുള്ള പ്ലാനിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പോ ആടെ മാത്രം ഒരുമാതിരി ഇതല്ല അതിലും വലുത് നമ്മൾ കയറി വന്ന് എല്ലാരും നമ്മൾ മോള് കയറുക അട്ടയാണ് ഗായ്സ്. നമ്മള് ആ പിറകെ കാണുന്ന മലയിലേക്കാണ് പോകുന്നത്. അവിടം വരെ കയറണല്ലേ? അവിടം വരെ കയറണം. കയറുന്ന മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ കയറി കഴിഞ്ഞിട്ട് കാണിക്കാം. ഈ മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതൊക്കെ അങ്ങോട്ടേക്ക് അതിലേ നയുണ്ട് കേട്ടോ. അവിടെ ആരെങ്കിലും ഇരുന്ന് ധ്യാനിക്കുന്നതാണോ? അത് തലമാതിരി കാണുന്നത് വൈറ്റോ വെള്ളയാ? വെള്ളയല്ല, ഏറ്റവും ഉള്ളൊരു കണ്ട. ആക്ച്വലി ഏറ്റവും മുകളിൽ ആളുണ്ടായിരുന്നു. എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല, ഇവരെല്ലാം പറഞ്ഞ ആളില്ല. സംഭവം നമ്മുടെ ടീമിൽ അച്ചു, മാമൻ്റെ മോൻ്റെ അച്ചു, അവൻ ആ മലേൻ്റെ മുകളിൽ ഞങ്ങൾക്ക് മുന്നേ അവൻ കയറിപ്പോയിക്ക്. അവൻ അവിടെ പറയുന്ന മുളക്കുത്തിന് തപസ് ചെയ്യുന്നു. അവൻ്റെ ഹലോ, ഭയങ്കര ഭയങ്കര വാമപ്പായി പോയി. രാവിലത്തെ എക്സസൈസ് ചെയ്യേണ്ടി വന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് മറ്റേ മഞ്ഞമ്മൽ ബോയ്സ് മാതിരിണ്ട്. അമ്മി ഞാനെന്താ ചെയ്യണേ? കുട പിടിച്ചോ, കുട അങ്ങനെ പിടിച്ചോ, പതുക്കെ പതുക്കെ പോയാൽ മതി, തിരക്കൊന്നുമില്ല. ഇറങ്ങി കിട്ടിയില്ലേ? ഫൈനലി നമ്മൾ മലമുകളിൽ കയറിയിരിക്കുന്നു. അവിടെ ആ മലയുടെ മുകളിലേക്കാന്ന് തോന്നുന്നു കയറണ്ടല്ലേ? ഈ ഒരു വ്യൂ നോക്കിയേ, എന്ത് മനോഹരമായ വ്യൂ. 800 റുപ്യ കൊടുത്താലും തെറ്റില്ലെന്ന് വിചാരിക്കും. അത്രയും നല്ല വ്യൂ ആട്ടോ. നല്ല ഇപ്പം കുറച്ച് കോടയൊക്കെ കുറവാട്ടോ. നേരത്തെ ഏർലി മോർണിംഗിൽ വന്ന് നല്ല കോടയായിരിക്കും. പിന്നെ കോടയാവുന്നേരം ഈ ഒരു കാഴ്ച കാണാനും പറ്റത്തില്ല. ഇതാണ് മലയുടെ ടോപ്പ്. ഈ മലേൻ്റെ മുകളിൽ നമ്മുടെ ഒരു കസിൻ ഇരിക്കുന്നുണ്ട്, അച്ചു. കാണുമെന്നൊന്നും അറിയില്ലതാ മല മുകളിലൊരു ധ്യാനിക്കുന്ന അച്ചു. ധ്യാനം അച്ചു. ഞങ്ങളെ കുരിശുമലേൻ്റെ എൻഡിലേക്ക് എത്തി. കുരിശുള്ള ഭാഗം. അയ്യ, ഇവിടെയുള്ള വ്യൂ കണ്ടോ ഗൈസ്? മൈ ഗാഡ്, ഇതാ വരുന്നുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. മുകളിലൊക്കെ നല്ല നല്ല സ്ഥലമായത്. മൂന്നാറൊക്കെ മാറി നിൽക്കും എൻ്റെ മുന്നിൽ. കുരിശുമലൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് മലയിറങ്ങി. പപ്പയും മാമനൊക്കെ ഉണ്ട് സൈഡിൽ നിൽക്കുന്നത്. അവരൊന്നും വണ്ടിയിലല്ല, നടന്ന് കയറിയതായിരുന്നു. ഭയങ്കര വണ്ടിയിൽ പിടിച്ച് ഇരിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെ ഭയങ്കര താഴെ. ഞാൻ ഇതിൻ്റെ താഴത്തൊരു ഷോട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് എത്തിക്കില്ല. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം. അത്രയും പൊളിഞ്ഞ സ്ഥലമാണ്. ഉണ്ടോ, ടയർ പോകുന്ന കണ്ടില്ലേ നിങ്ങൾ? നമുക്ക് ഇത് വണ്ടി ഒരു സൈഡിലേക്ക് ചെരിയുന്നേരം നമുക്ക് ഭയങ്കര പേടിയോ അപ്പാട് പറഞ്ഞു പോകുന്നു. അയ്യോ, എന്നാലും അത് ഇറക്കവും കയറ്റമൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും പൈസക്ക് മാത്രം വേർത്തുണ്ട് കേട്ടോ ഈ കാര്യം, ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത്.
അങ്ങനെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ജീപ്പുകാർ നമ്മളായിട്ട് സേഫായിട്ട് റിസോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. വെള്ളപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, പിന്നെ ഗ്രീൻ പീസിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര പോരാന്നായിരുന്നു നമ്മളെ അഭിപ്രായം. അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം എന്ന് വെച്ചാൽ 11 മണി ആണ്. എന്നിട്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ബൈ ബൈ, ടേക്ക്